സാറേ, കോൺഗ്രസിനുള്ളിൽ തമ്മിലടി രൂക്ഷമാണ്. അതിനിടയിലാണ് മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവായ മുനീറിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഈ സമയത്ത് ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സമയത്താണ് ഇത്തരം തമ്മിലടികൾ ഉണ്ടാകുന്നത്. അത് ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ മുസ്ലിം ലീഗിനും കോൺഗ്രസിനെ മടുത്തു തുടങ്ങിയോ? മുസ്ലിം ലീഗിന് കോൺഗ്രസിനെ മടുത്തു തുടങ്ങിയിട്ട് കാലം കുറേയായി. കാരണം എന്താ വെച്ചാൽ, ഈ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴമൊഴിയുണ്ട്, ആലിപ്പഴം വീഴുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ്. ഇങ്ങനെ പറയുന്ന ആലിപ്പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണെന്ന് പറയും. അപ്പോൾ അധികാരത്തിലേക്ക് അടുത്ത് വരാറായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സുകാരൻ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ നിയോജക മണ്ഡലങ്ങളിലൊക്കെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കാൻ കഴിയും. അപ്പോൾ കുറ്റിച്ചൂലാകാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ആൻറ്റി ഇൻകുംബൻസിലെ ഒരു തരംഗത്തിൽ ജയിച്ചു പോകാം എന്നാണ് പലരും കരുതുന്നത്. നാം ലോക്സഭയിൽ കാണുമ്പോൾ കോൺഗ്രസ്സിൽ നിന്നവരൊക്കെ ജയിച്ചു വന്നില്ലേ, അതുപോലെ ജയിച്ചു വരാം എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു കാര്യമുള്ളതെന്ന് പറയുമ്പോൾ, ഈ ജയിച്ചു വരുന്ന കോൺഗ്രസ് MLA-മാരുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്നത്. ഒരു നേതാവിന് എത്ര MLA-മാരെ കൂടെ നിർത്താൻ കഴിയുമോ അവരാണ് മുഖ്യമന്ത്രിയാകുന്നത്. പണ്ട് ഹൈക്കമാൻഡ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ ലോ കമാൻഡ്, അവിടെ ഒന്നുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ മാക്സിമം തങ്ങളുടെ നോമിനികളെ ജയിപ്പിക്കാനുള്ള ശ്രമമാണ് നേതാക്കന്മാർ നടത്തുന്നത്. അപ്പോൾ തങ്ങളുടെ നോമിനികൾ അല്ലാത്ത ആളുകൾ നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത്? തങ്ങൾക്കെതിരായിട്ടുള്ള തങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന നേതാവിൻ്റെ അനുയായികളെ തോൽപ്പിക്കുക കൂടെ ചെയ്യണം. അപ്പോൾ നേതാവിൻ്റെ കൂടെ നിൽക്കുന്ന ആളിനെ ജയിപ്പിക്കണം, നേതാവിനെതിരായിട്ട് നിൽക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന നേതാവിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളെ തോൽപ്പിക്കുകയും ചെയ്യണം. ഇതാണ് കോൺഗ്രസ് നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധി. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് 2-3 വെല്ലുവിളികളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ലീഗിന് 10 വർഷമായി അധികാരം നഷ്ടപ്പെട്ടിട്ട്. അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റുന്നൊരു പാർട്ടിയല്ല ലീഗ്. കാരണം 1967 മുതലുള്ള കേരള രാഷ്ട്രീയം പരിശോധിച്ച് നോക്കിയാൽ ലീഗാണ് കേരള രാഷ്ട്രീയം ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, കേരള കോൺഗ്രസ് അല്ല. കേരള കൃത്യമായി ലീഗിന് അജണ്ടയുണ്ടായിരുന്നു. ആ പ്രാധാന്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. 87 നയനാരുടെ ഗവൺമെൻറ് വരുമ്പോഴേ കേരളീയരൊക്കെ ആശ്വസിച്ചു. വർഗീയ കക്ഷികളുടെ ഒരു സ്വാധീനമില്ലാത്ത, ഘടകകക്ഷികളല്ലാത്തൊരു ഗവൺമെൻറ് വന്നു 87 അന്ന് EMS പറഞ്ഞതും അതാണ്. ഞങ്ങൾ LDF ഒരു പുതിയ ഒരു പരീക്ഷണം ഞങ്ങൾ നടത്തുകയാണ്, ലീഗിനെ ഞങ്ങൾ പുറത്താക്കി. ഇപ്പം ഞങ്ങളുടെ കൂടെ ഘടകകക്ഷികളിൽ വർഗീയ കക്ഷികളാരുമില്ല. അന്ന് ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ഉണ്ടെങ്കിലും അതൊരു വലിയ വർഗീയ കക്ഷിയായി അതിനെ പൊതുസമൂഹം പരിഗണിച്ചിട്ടില്ലായിരുന്നു. തന്നെയല്ല അവരുടെ വിലപേശൽ ശക്തി വളരെ ദുർബലവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വർഗീയ കക്ഷിയില്ലാത്ത ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാണ് 87 നയനാരുടെ ഗവൺമെൻറ് അന്ന് അധികാരത്തിൽ വരുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ കൊടുത്ത ഒന്നാണ്. ആ ഗവൺമെൻറ്റിനെ നമ്പൂതിരിപ്പാടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തന്നെ ഇല്ലാതാക്കി. ഇവിടെ അത്തരം ഒരു ഗവൺമെൻറ് നല്ല സ്പേസ് ഉണ്ടായിരുന്നു. മതമേലധ്യക്ഷന്മാരുടെ കാല് പിടിക്കാതെ, സമുദായ നേതാക്കന്മാരെ കാണാൻ നിൽക്കാതെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വിശ്വാസം അർപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ഗവൺമെൻറ്. ഒരുപക്ഷെ എൻ്റെ ആ ചെറുപ്പകാലഘട്ടമാണ്. ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയോടെ കണ്ടതാണ്. ഈ അരമനകൾ കയറി ഇറങ്ങി നടക്കുന്നതും അതുപോലെ തന്നെ SNDP NSS നേതാക്കന്മാരുടെ കാല് തിരുമ്പാൻ പോകുന്ന ഒരു നേതാവിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പൊതുസമൂഹത്തിൻ്റെ ഇതെൻ്റെ അജണ്ട ഇതല്ല. പൊതുസമൂഹത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വികസനമാണ് ആഗ്രഹമുള്ളത്. ഇവിടെ ക്രമസമാധാനം നല്ല ഭംഗിയായിട്ട് പോകണമെന്നാണ്. അതിനിവരെ പോയി കണ്ടാൽ പറ്റുകയില്ല. പക്ഷേ നേതാക്കന്മാരെല്ലാം അവിടേക്ക് തീർത്ഥയാത്ര നടത്തുകയായിരുന്നു. 87 എല്ലാം മാറി കൃത്യമായി ഒരു ഗവൺമെൻറ് വരുന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചു. അന്ന് വരികയും ചെയ്തു. ആ സ്വപ്നമേ തകർത്ത് കളഞ്ഞത് CPM തന്നെയാണ് തകർത്ത് കളഞ്ഞത്. ഇന്ന് വീണ്ടും CPM പ്രതിസന്ധി ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. CPM-നകത്ത് വലിയ പ്രതിസന്ധിയാണ്. തന്നെയല്ല, വർഗീയത CPM-നെ ദുർബലമാക്കി. വർഗീയത കോൺഗ്രസിനെ ദുർബലമാക്കിയതിൻ്റെ എത്രയോ ഇരട്ടി CPM-നെ ദുർബലമാക്കി. അപ്പോൾ ഈ ഒരു അനുകൂല സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാമെന്നാണ് ഈ വ്യത്യസ്ത. കാരണം തുടർച്ചയായി 2ാം തവണ അധികാരത്തിൽ വന്നപ്പോൾ ആ പാർട്ടിക്കെതിരെ ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ഭരണവിരുദ്ധ വികാരവും ഉള്ളതായി പല സർവേകളും സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അല്ല, കേരളത്തിലെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നുള്ള കാര്യം കണ്ണും കാതും തുറന്നു വെച്ചിട്ടുള്ള ഏതൊരാൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഭരണവിരുദ്ധ വികാരമുണ്ടെന്നത്. കാരണം കോൺഗ്രസ്സിലെ തമ്മിലടിയേക്കാൾ രൂക്ഷമാണ് ഭരണത്തോടുള്ള ജനങ്ങളുടെ അവിശ്വാസം, അവമതിപ്പ് എന്നാണ് കോൺഗ്രസ് തിരിച്ചു. അല്ലെ, ഈ 2026 കൂടി കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഇടം എവിടെയായിരിക്കും? അവർ ഈ 2021 ഇലക്ഷൻ കഴിഞ്ഞതിന് പിന്നാലെ തന്നെ മുസ്ലിം ലീഗ് ചിലപ്പോൾ LDF-ലേക്ക് പോകുമെന്ന ചർച്ചകളെല്ലാം ഉയർന്നു വന്നിരുന്നു. അത് കുഞ്ഞാലിക്കുട്ടി മുഖാന്തരമായിരുന്നു ആ ചർച്ചകളെല്ലാം ഉണ്ടാകുന്നത് തന്നെ. അങ്ങനൊരു സാഹചര്യത്തിലേക്ക് മാറുമോ? അല്ല, അങ്ങനെ സാഹചര്യത്തിൽ മാറിയാലും LDF-നെ സംബന്ധിച്ചിടത്തോളം വേറെ ബുദ്ധിമുട്ട് വരും. BJP-യുടെ ശക്തമായ വെല്ലുവിളി വരും. ഇപ്പോൾ തന്നെ BJP-ക്ക് 20% അവർ കോട്ടായി കഴിഞ്ഞു. BJP എന്ന് പറയുന്നത് BJP മാത്രമേ ഉള്ളൂ.
വേറെ ഘടകകക്ഷി എന്ന് പറയുന്നത് BDJS ഒരു നാമമാത്ര സ്വാധീനമല്ല, അതിനെപ്പറ്റി വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ BJP ഒറ്റയ്ക്കാണ് ഈ 20% വോട്ട് പിടിക്കുന്നത്. അതേസമയം LDF എത്ര ഘടകകക്ഷികളുണ്ട്? കടന്നപ്പള്ളി രാമചന്ദ്രനും ആൻ്റണി രാജുവും അടക്കമുള്ള ആളുകളുണ്ട്. കോൺഗ്രസിനകത്ത് എത്ര പേരുണ്ട്? ഒരുപാട് കൊച്ചു കൊച്ചു ഘടകകക്ഷികളുണ്ട്, മറ്റേ ഘടകകക്ഷി ഇല്ലല്ലോ. അപ്പോൾ ഇവർ മത്സരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റെല്ലാവരും ചേർന്ന് 2 ഗ്രൂപ്പായിട്ടും മൂന്നാമത്തെ ഭാഗത്ത് BJPയുമാണ് നിൽക്കുന്നത്. പക്ഷേ BJP സാവധാനം വളർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. BJPക്ക് ശക്തമായ അടിത്തറയുണ്ട്, പക്ഷേ BJPക്ക് ശക്തമായ നേതൃത്വമില്ല. ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, ജനങ്ങൾക്കൊന്ന് ആദരിക്കാൻ പറ്റുന്ന, ബഹുമാനിക്കാൻ പറ്റുന്ന ഒരു നേതൃത്വം BJPക്ക് ഇല്ല എന്നുള്ളതാണ് BJP നേരിടുന്ന വെല്ലുവിളി. എത്ര കാലം ഇത്തരം നേതാക്കന്മാരുമായിട്ട് BJP പോകും, അത്രയും കാലം BJPക്ക് ഇവിടെ പച്ചതൊടാൻ പറ്റുകയില്ല. അപ്പോൾ ജനങ്ങളുടെ ഓപ്ഷൻ മാറും. അവർ വിചാരിക്കും ഇവർ ഗുണം പിടിക്കുകയില്ല, എന്നാൽ പിന്നെ ഏതെങ്കിലും ഒരുത്തൻ പോട്ടെ എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഇതിനായിട്ടുള്ള ആൻറ്റി ഇൻകുമ്പൻസി കോൺഗ്രസ്സിന് വീഴുമെന്നാണ് കോൺഗ്രസ് കണക്കാക്കുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ശ്രീതി വെച്ചത് ലീഗിൻ്റെ കാര്യമാണ്. ലീഗ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ലീഗ് വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് ഒരു കാര്യം, ഈ മുസ്ലിം ജനസാമാന്യത്തിനിടയിലേക്ക് SDPIയുടെ കടന്നുകയറ്റം ലീഗിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലത്തും അതുപോലെ തന്നെ എറണാകുളത്തും ആണെന്ന് തോന്നുന്നു, അവിടെ 2 ഇടത്ത്, അത് മലപ്പുറമാണ്, അവരുടെ 2 സമ്മേളനങ്ങൾ വഖഫ് സംരക്ഷണ റാലികൾ അവർ നടത്തി. അപ്പോൾ SDPIക്ക് വഖഫ് സംരക്ഷണ റാലി നടത്താം, കാരണം അവർക്ക് വേറെ ആരോടൊന്നും ചോദിക്കാനും പറയാനും ഒന്നുമില്ല. പക്ഷേ ലീഗിനത് പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ലീഗ് ഒരു അത്യാവശ്യം മതേതര സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ്. സൗമ്യമായ ഒരു രാഷ്ട്രീയ മാർഗമാണ് ലീഗ് എന്നും നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. വർഗീയത ആളിക്കത്തിക്കാൻ ഒരിക്കലും കേരളത്തിൽ ലീഗ് ശ്രമിച്ചിട്ടില്ല. PDPയും SDPIയും വെൽഫെയർ പാർട്ടിയും ഒക്കെ വർഗീയത മുതലെടുത്ത് വളരാൻ നോക്കുമ്പോൾ ഒരിക്കലും ലീഗ് അത് ചെയ്തില്ല. കാരണം ലീഗിനൊരു സാമൂഹിക ഉത്തരവാദിത്തമുണ്ട്. ലീഗിൻ്റെ മന്ത്രിമാർ അവരവരുടെ സമുദായക്കാരെയൊക്കെ സംരക്ഷിച്ചിട്ടുണ്ട്, അനർഹമായ നിയമനം കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അടിസ്ഥാനപരമായി ലീഗ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ജനാധിപത്യത്തിന് അംശമുണ്ട്. പാണക്കാട് തങ്ങൾക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിൽ ഒരു ജനാധിപത്യത്തിൻ്റെ അംശം ലീഗിനുണ്ട്. ലീഗ് ഒരിക്കൽ പോലും മതസൗഹാർദ്ദത്തിന് ഹാനികരമായ ഒരു കാര്യം ചെയ്തിട്ടുമില്ല. മറ്റ് പാർട്ടികളൊക്കെ മതസൗഹാർദ്ദത്തിന് എതിരായിട്ട് നിൽക്കുന്ന പാർട്ടിയാണ്. അത് SDP ആയാലും ശരി, PDP ആയാലൊക്കെ ശരി, വർഗീയ വികാരമാണ് അവർ മുതലെടുക്കുന്നത്. പക്ഷേ ഭരണത്തിൻ്റെ ശീതളഛായയിൽ വളരാതെ തന്നെ SDPI ഘട്ടം ഘട്ടമായിട്ട് മുസ്ലിം സമുദായത്തിലെ പിടിമുറുക്കുമ്പോൾ അധികാരം പോലും ഇല്ലാത്ത ലീഗ് കൂടുതൽ ദുർബലമാകുന്നു എന്നുള്ളതാണ് ലീഗ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അല്ല, മറ്റൊരു ചോദ്യം, ഈ 2026 അധികാരം കിട്ടിയില്ലെങ്കിൽ അവർക്ക് LDFിലേക്ക് ഒരു വഴി തുറക്കില്ലേ? അവർക്ക് അധികാരം കിട്ടിയില്ലെങ്കിൽ 2026 കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പിന്നെ 2031 പിന്നെ ഇലക്ഷനുള്ളൂ. 2031 കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റുകയില്ല. 2031 ഈ പ്രാവശ്യം അധികാരം അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ LDFോട്ട് കൂട്ടുപിടിക്കണമെന്നാൽ LDF ഒന്നും ഉണ്ടാവണ്ടേ? LDF ഇതുപോലെ LDF അതിനേക്കാൾ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ എന്തായാലും ശരി, ഒരു സ്കെലിറ്റൻ LDF ഇവിടെ ഉണ്ടാകും, സംശയിക്കേണ്ട. അങ്ങനെ വരുമ്പോൾ ലീഗ് കോൺഗ്രസിൻ്റെ ഒരു ബാന്ധവം വിട്ടിട്ട് നേരെ പിന്നെ CPIയുമായിട്ട് LDFുമായിട്ട് അടുക്കാൻ തയ്യാറാകുമ്പോഴും ഒരു പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ CPMൻ്റെ ഇപ്പോഴത്തെ നിലപാട് വർഗീയതയ്ക്കെതിരായിട്ടുള്ള നിലപാടാണ്. ലീഗിനോട് കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് അത്തരൊരു നിലപാടിലേക്ക്. പക്ഷേ അവരുടെ INL ഇപ്പോഴുണ്ടല്ലോ. INL ഒരു നാമമാത്രമായ ഒരു സാന്നിധ്യമാണ്. INLനെ എടുത്താണ് അവർ കാണിച്ച ഏറ്റവും നമ്പർ ഹിമാലയൻ ബ്ലണ്ടർ. അഹമ്മദ് ദേവർകോവിൽ ഒരിക്കലും ഒരു മന്ത്രിയാക്കാൻ പാടില്ലായിരുന്നു. അതൊരു റോങ് മെസ്സേജാണ് സമൂഹത്തിന് കൊടുത്തത്. കാരണം INL എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായതിനാണ് ബാബറി മസ്ജിദ് തകർന്നപ്പോൾ ഇവിടെ കേരളത്തിലെ വർഗീയ കലാപത്തിന് ലീഗ് തയ്യാറായില്ല എന്നുള്ളതായിരുന്നു INLൻ്റെ പരാതി. ലീഗ് അതിന് തയ്യാറാവില്ല. ലീഗ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. അത് തകർന്നില്ല എന്ന് പറഞ്ഞ് തീവ്രവാദവുമായിട്ട് പിന്നെ പുറത്തു പോയവനെ 2.5 വർഷം മന്ത്രിയാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒരു താത്വിക നിലപാടില്ലല്ലോ. അപ്പോൾ രാജ്യത്തെ ഈ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു മിഡിൽ ക്ലാസ്സാണ് ചിന്തിക്കുന്നത്. ആ മിഡിൽ ക്ലാസിൻ്റെ മനസ്സിൽ CPMനെക്കുറിച്ചും LDFനെക്കുറിച്ചുള്ള ധാരണയെല്ലാം പൊളിഞ്ഞു പോയിരിക്കുന്നു. അവർക്കൊരു ആദരവുമില്ല, അവർക്കൊരു അംഗീകാരവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് INLനെ കൊടുത്തതിന് തെറ്റായ തീരുമാനമാണെന്ന് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഇവിടെ ഇപ്പോൾ ഉള്ള പ്രോബ്ലം ലീഗിൻ്റെ ഉറക്കം കെടുത്തുന്നത് SDPIയുടെ വളർച്ചയാണ്. SDPIയുടെ വളർച്ച തടയണമെങ്കിൽ UDF അധികാരത്തിൽ വരികയും മുസ്ലിം ലീഗ് ഘടകകക്ഷിയാവുകയും ചെയ്യണം. എങ്കിലും കോൺഗ്രസ് ഇത്തരം അധികാര സ്വപ്നം കാണുമ്പോഴും
ഈ RSP ആയാലും ആ മുന്നണിയിൽ തൃപ്തരല്ല. അവർ മുൻപ് LDFിനോടൊപ്പം ഉണ്ടായിരുന്നതാണ്. പിന്നെ ജോസഫ് ഉൾപ്പെടെയുള്ള പല നേതാക്കളും ഇപ്പോൾ ആ മുന്നണിയിലുള്ളത് ഈ പല പ്രശ്നങ്ങൾക്കും ഇടയിലാണല്ലോ. അങ്ങനെ ഒരു കൂറുമാറ്റം ഈ ഇടക്കാലത്ത് വല്ലതും പ്രതീക്ഷിക്കാമോ? അല്ല, കൂറുമാറ്റമൊന്നും ഉണ്ടാവില്ല. ഇനി ഒരു വർഷം കൂടി ഉള്ള കൂറുമാറിയൊന്നും പോകാനില്ല. അവിടെ പ്രതീക്ഷിക്കാനുള്ള ഒരു മാറ്റം, ഒരു സാധ്യത എന്ന് പറയുന്നത് ഒരു പക്ഷേ LDFിൽ നിന്നും മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് BJPയിലേക്കോ UDFിലേക്കോ പോയേക്കാം. UDFിൽ വരുമ്പോൾ അവർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ, കഷ്ടകാലത്തിന് UDFിൻ്റെ കൂടെ നിന്ന ജോസഫ് ഗ്രൂപ്പിനെ നല്ല കാലം വന്നപ്പോൾ മാണി ഗ്രൂപ്പിനെ എടുത്തുകൊണ്ട് അവരെ ചെറുതാക്കാൻ ശ്രമം നടത്താൻ അവരെ അനുവദിക്കുന്നുമില്ല. അത് രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാകും. തന്നെയല്ല, ഒരു അനഭിമിതനായി തീർന്ന മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് അവർ വീണ്ടും UDFിലേക്ക് വരുമെന്ന് അവർക്കും ബുദ്ധിമുട്ടാണ്, കോൺഗ്രസിനും പ്രശ്നമാണ്. അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ടുള്ളത് NDA ആണ്. പക്ഷേ NDAയിലേക്ക് പോകുന്ന മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് പിളരും. റോഷി അഗസ്റ്റിനും പല MLAമാരും അങ്ങനെ ഒരു തീരുമാനം ജോസ് കെ മാണി എടുത്താൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ജോസ് കെ മാണിയുടെ മുന്നിലുള്ള ഒരു ഓപ്ഷന് അദ്ദേഹത്തിനെ കേന്ദ്രമന്ത്രിയായി NDAയിലേക്ക് പോയാൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം വെച്ചുകൊണ്ട് രാഷ്ട്രീയ വിലപേശൽ നടത്താനുള്ളൊരു സാധ്യത ഇവിടെയുണ്ട്. അങ്ങനെ വന്നാൽ കേരള രാഷ്ട്രീയത്തിൽ ചില മാറ്റങ്ങൾ, ചില ഗുണകരമായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും NDAയ്ക്ക് ഉണ്ടാക്കാൻ കഴിയും. ജോസ് കെ മാണിയുടെ അപ്പുറത്തോട്ട് ചെന്നാൽ അവർക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ജോസ് കെ മാണി എന്ന് പറയുന്ന നേതാവ് നേരിടുന്ന വലിയൊരു വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ തന്നെ ബ്രിവറീസുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം വന്നു. കേരള കോൺഗ്രസ്സിന് അതിനകത്തൊരു അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. കാരണം മദ്യ നിരോധനത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണ് പിതാക്കന്മാർ, സഭാ നേതാക്കന്മാർ. അവരതിനെതിരായിട്ട് നിൽക്കുകയാണ്. പക്ഷേ CPIക്ക് എടുത്ത സ്റ്റാൻഡ് പോലും മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ്സിന് എടുക്കാൻ പറ്റിയില്ല. വഖഫ് എന്ത് സംഭവിച്ചു? വഖഫുമായിട്ട് ബന്ധപ്പെട്ട വഖഫ് ഭേദഗതി പാടില്ല, വഖഫ് നിയമം ഇതുപോലെ നിലനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വോട്ട് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വന്നില്ലേ കേരള കോൺഗ്രസ്? വഖഫ് വന്നാൽ മുനമ്പത്തെ പിന്നെ ബുദ്ധിമുട്ടുന്നതിലെ വലിയൊരു ശതമാനം ആളുകൾ ക്രിസ്ത്യാനികളല്ലേ, അവർ ലത്തീൻ കത്തോലിക്കരാണ്, ക്രിസ്ത്യാനികളാണ് അവർ. അപ്പോൾ കേരള കോൺഗ്രസ്സിന് നേരിടുന്ന വലിയ പ്രതിസന്ധിയിലാണ് അവർക്ക്. അത് NDAയിലേക്ക് പോകുകയാണെങ്കിൽ പാർട്ടി പിളരുന്നതുകൊണ്ട് കുഴപ്പമില്ല. പാർട്ടി പിളർന്നുകൊണ്ടാണ് KM മാണി സാറ് വളർന്നതും വലുതായത്. അതുകൊണ്ടാണ് സാറ് പറഞ്ഞത്, പാർട്ടി കേരള കോൺഗ്രസ് പിളരും തോറും പിളരുകയും ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞാൽ ഓരോ പ്രാവശ്യത്തെ പിളർപ്പ് കേരള കോൺഗ്രസിനെ ശക്തിയാക്കിയിട്ടുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ തിയറി ശരിയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊന്നും പറ്റില്ല. അങ്ങനെ ഒരു പാർട്ടിയെ നയിക്കാനുള്ള അനിതരസാധാരണമായ നേതൃപാഠം ഉണ്ടെങ്കിലേ ജോസ് കെ മാണിക്ക് NDAയിലേക്ക് പോയി വിലപേശൽ നടത്തി സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച് ഒരു സ്ഥാനം കൈവശമാക്കാൻ ഒക്കുകയുള്ളൂ. അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് UDFിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് ഒന്ന് മുസ്ലിം ലീഗും മറ്റൊന്ന് കേരള കോൺഗ്രസുമാണ്. ഇടതുപക്ഷത്തിൽ നിന്ന് കോട്ടയം ആണല്ലോ ഇവരുടെ തട്ടകം, കേരള കോൺഗ്രസിൻ്റെ തട്ടകം. അവിടെ ഒരു സീറ്റ് പോലും കിട്ടാവുന്ന എന്ത് ചെയ്യും? 0 ആയില്ലേ. പിന്നെ 5 കൊല്ലം കഴിഞ്ഞാണ് കേരള നിയമസഭയിലേക്ക് ഒരു ഇലക്ഷൻ നടക്കുന്നത്. അവിടെ ഇവരുടെ സ്ഥിതി എന്തായിരിക്കും? അതോടുകൂടി പാർട്ടി തീർന്നു പോയില്ലേ. അപ്പം അതുകൊണ്ട് മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിന് കടുത്ത വെല്ലുവിളിയാണുള്ളത്. ജോസഫിനെ സംബന്ധിച്ചുള്ള അവർ കുറേ കൂടെ സേഫാണ്. കാരണം അവർ UDFിൽ തന്നെ നിൽക്കുകയാണ്. അവരെ ഒഴിവാക്കത്തില്ല, അവരെ ഒഴിവാക്കാൻ ഒക്കുകയുമില്ല. അപ്പോൾ ഇവിടെ ലീഗിനും ഉള്ള നേരിടുന്ന പ്രശ്നം വെച്ചാൽ, അവർക്ക് ഭരണമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഭരണമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് SDPയുടെ അഭൂതപൂർവമായ ഒരു വളർച്ച. SDPക്ക് ആളുകളെ പ്രതിപക്ഷത്തോ അല്ലെങ്കിൽ ഭരണപക്ഷത്തോ ഇല്ലാതെ തന്നെ ഒറ്റയ്ക്ക് നിന്ന് അത്രയും ആളുകളെ സമാഹരിക്കാൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ 100-ലധികം സീറ്റുകളിലാണ് വിജയിച്ചത്, പല പഞ്ചായത്തുകളും ഉൾപ്പെടെ. തീർച്ചയായിട്ടും SDP ഘട്ടം ഘട്ടമായിട്ട് ശക്തി പ്രാപിക്കുമ്പോൾ ദുർബലമാകുന്നത് ആരാണ്? SDP ശക്തി പ്രാപിക്കുമ്പോൾ ദുർബലമാകുന്നത് മുസ്ലിം ലീഗും, SDP ശക്തി പ്രാപിക്കുമ്പോൾ ശക്തമാകുന്നത് BJPയുമാണ്. SDPയുടെ ഒരു പ്രകടനം കടന്നുപോയി കഴിയുമ്പോഴത്തേക്ക് ഈ തീവ്ര നിലപാടില്ലാത്ത മറ്റു മതസ്ഥർ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ആശങ്കയോടുകൂടിയാണ് SDP യുടെ വളർച്ചയെ കാണുന്നത്. SDP പിന്നെ പ്രതിരോധിക്കാൻ CPMന് പറ്റില്ല. പിന്നെ പറ്റുന്നവർക്കാണ് BJPക്കാണ്, കോൺഗ്രസിനും പറ്റില്ല. അതാണ് BJPക്ക് അനുഗ്രഹമായിട്ട് വരുന്നത്. അപ്പോൾ SDP ഒരടി മുന്നോട്ട് വെച്ചാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ 100 അടി മുന്നോട്ട് വെക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകും. അതായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായൊരു തെരഞ്ഞെടുപ്പാണ്. ഒറ്റയ്ക്ക് നിൽക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ സർവനാശമായിരിക്കും ഫലം. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി പദവിക്ക് തമ്മിലടി തുടങ്ങി. ലീഗ് വളരെ അസംതൃപ്തരാണ്. പിന്നെ RSPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക്
കൊല്ലം ജില്ലയിലെ 2-3 കോൺസ്റ്റിറ്റ്യുവൻസിക്ക് അപ്പുറം അവർക്ക് വലിയ ലക്ഷ്യമൊന്നുമില്ല. അവർക്കൊന്ന് ചവറ, മറ്റൊന്ന് ഇരവിപുരം, മറ്റൊന്ന് കൊല്ലം, അങ്ങനെ 2-3, പിന്നെ കുന്നത്തൂർ, ഇതൊക്കെയാണ് അവരുടെ സീറ്റുകൾ. ആ സീറ്റുകൾ ജയിച്ച് വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചവറ നല്ല ഫൈറ്റായിരിക്കും, പക്ഷേ എങ്കിലും ഇതിൻ്റെ സ്പേസ് RSPക്ക് അത്രയുള്ളൂ. അതുകൊണ്ട് RSPക്ക് വലിയൊരു പ്രശ്നം വരുന്നില്ല. യഥാർത്ഥത്തിൽ പ്രശ്നം വരുന്നത് ഇവർക്കാണ്, ലീഗിനാണ്. ജോസഫ് ഗ്രൂപ്പിനും വരുന്നില്ല. കാരണം ജോസഫ് ഗ്രൂപ്പിന് സെറ്റ് സീറ്റുണ്ട്. ആ സീറ്റ് അവർ കൊടുക്കും, അവർ അവിടെ നിൽക്കും. സ്വാഭാവികമായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് ജയിക്കാനും പറ്റും. കോൺഗ്രസ്സിന് ജയിക്കാൻ പറ്റും. കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാൻ പറ്റും. കോൺഗ്രസ് ഒന്നിച്ച് നിൽക്കാമെങ്കിൽ കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടും നിൽക്കാൻ കഴിഞ്ഞാൽ. പക്ഷേ അവർക്ക് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത് കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.